ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഗുലാബ് ജാമിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് ഗുലാബ് ജാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 2 പാക്കറ്റ് ഗുലാബ് ജാം ഒന്നിച്ചിട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുഴച്ചെടുക്കുന്ന ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവത്തിൽ നല്ല പാല കൈ കൊണ്ട് കുഴച്ചിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല പാല കൈ കൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കും കൊടുത്തു വിടാൻ, അല്ലെങ്കിൽ ഷോപ്പിലേക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് കൊടുക്കട്ടെ, ബേക്കറിയിലേക്ക് ഇങ്ങനെയൊക്കെ പേക്കാക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഇതൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, ഒരു വിരുന്നിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നിൽ ഒരു 120 130 വരെ ആകുന്നുണ്ട് കേട്ടോ 2 പാക്കറ്റിൽ. അതിലൊന്നിച്ച് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് 2 പാക്കിൽ 120 വരെ എനിക്ക് ബോൾസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സിറപ്പും കൂടി നമ്മൾ ഉണ്ടാക്കണം. പഞ്ചസാര ഒരു 1/2 കിലോ പഞ്ചസാരയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഷുഗർ സിറപ്പാക്കിയിട്ട് നല്ല പാൽ 2-3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഷുഗർ ഇട്ട് കൊടുത്ത്, ഷുഗർ സിറപ്പിന് ചെറിയ ചൂട് മാത്രം ഇട്ടാൽ മതി കേട്ടോ. കാരണം നല്ലോണം ചൂടിൽ ഇട്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ ചെറിയ ചൂടിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കി വെക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കട്ടെ. എത്ര മാക്സിമം ചെറിയ കുഞ്ഞാകാൻ പറ്റുന്ന അത്ര കുഞ്ഞു ബോൾസ് ആക്കുക. പിന്നെ നല്ല പങ്ങല ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ല പങ്ങല കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഞാൻ ഓരോരോ ബോൾസും റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ടൈം ആട്ടോ, ഒരു 10 മിനിറ്റൊക്കെ ടൈം ഇതിന് ആവശ്യം വരും. കാരണം ഇത് ബോൾസ് ആക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നല്ല പാല ബോൾസ് ആക്കി എടുത്തില്ലെങ്കിൽ എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ബോൾസ് ആക്കി എടുക്കുന്നുള്ളത്. അങ്ങനെ ഞാൻ ഓരോരോ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അത് ഷോപ്പിലെല്ലാം ഒരു 10 എണ്ണത്തിന് 120 130 വരെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും ഇത്. അപ്പോൾ എൻ്റെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇരട്ടി ഉണ്ട് കേട്ടോ. വേറൊരു പാത്രത്തിലും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാൻ വേണ്ടിയിട്ട്. സ്റ്റൗവിൽ ചെറിയ എണ്ണയിൽ മുക്കി പൊരിക്കണം. ഇത് ഞാൻ ഫസ്റ്റ് വെക്കുമ്പോൾ എണ്ണ കുറച്ചധികം ചൂടായിട്ടുണ്ട്. കാരണം അതുകൊണ്ട് പെട്ടെന്നൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ തീരത് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് മാത്രമേ അത് പെട്ടെന്ന് ഉള്ളിൽ വെന്ത് കിട്ടുകയും ചെയ്യും, ഇങ്ങനെ കരിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും. ഞാനിട്ട സമയത്ത് കുറച്ച് പെട്ടെന്ന് നല്ല എണ്ണ ചൂടായത് കാരണം ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെറിയ തീയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കിയ നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്നൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ ബോൾസും ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് വലിയ ചട്ടിയിലിട്ടാൽ എല്ലാ ബോൾസും ഒന്നിച്ചിടാൻ വേണ്ടി പറ്റുന്നിട്ടാണ് ഇതുപോലത്തെ ചട്ടിയിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടിയിട്ടൊന്നും പോയിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഗുലാബ് ജാമായിട്ട് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിലേക്ക് ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിരുന്ന് ഫംഗ്ഷൻസിനോ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കാം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കൂടി നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളാകുന്ന കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും കയറി ചെക്ക് ചെയ്യുക. കുറേ അപ്പത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നിങ്ങൾക്ക് ആർക്കും വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ എൻ്റെ ബോൾസെല്ലാം ഇട്ടിട്ട് എല്ലാം റെഡിയായി. ഓരോന്നോരോന്നേ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ടിട്ട് അമ്മനത് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അത് തന്നെ ഓട്ടോമാറ്റിക്കലി അത് തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. എൻ്റെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. സിറപ്പ് എടുക്കുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാനത് അതിലേക്ക് സിറപ്പാകുമ്പോൾ ഒരു 2 ഏലയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസിലെ ഗുലാബ് ജാമിൻ്റെ ബോൾസിന് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോന്നോരോന്നേ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം ചൂട് ഇടണ്ട, ഇട്ടാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സിറപ്പ് തണിഞ്ഞതിന് ശേഷം ചെറിയ ചൂടിലിട്ട് കൊടുക്കുക. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതായിട്ടുണ്ട് കേട്ടോ. അടിച്ചു വെച്ചെങ്കിൽ ഒരു 3-4 ദിവസം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഉണ്ടാവും കേട്ടോ. നേരെ അടച്ചിറപ്പുള്ള പാത്രത്തിൽ വെച്ചാൽ 2-3 ദിവസം വരെ കേടുകൂടാതെ ഉണ്ടാവും. അപ്പോൾ ഇതായിട്ട് എൻ്റെ ഗുലാബ് ജാമ് സെറ്റായിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ.